ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിറ്റാണ്. അപ്പോൾ ആ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നാൽ മാത്രമേ ഏതൊക്കെ ബീഡ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബീഡ്സ് ആണ് വരുന്നത്. ഈ ഒരു ഷേപ്പാണ് വരുന്നത്. ഇത് വളരെ നല്ല ഒരു ബീഡ്സ് ആണ്. നമുക്ക് കമ്മൽ ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ ബാൻഡും മാല കോർക്കാനാണെങ്കിലും ഒക്കെ വളരെ നല്ലൊരു ബീഡ്സ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ആണെങ്കിലും കമ്മലാണെങ്കിലും അതുപോലെ തന്നെ മാലയൊക്കെ ആണെങ്കിലും ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കുഞ്ഞു ചെറിയൊരു ബീഡ്സ് ആണ്. ഇത് നമുക്ക് മറ്റ് ബീഡ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്ന നല്ല ഒരു അടിപൊളി ബീഡ്സ് ആണ്. നമുക്ക് അങ്ങനെ ബ്രേസ്ലെറ്റ് മാലയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ക്രിസ്റ്റലിന്റെ ഒരു ബീഡ്സ് ആണ്. ഇത് വളരെ നല്ലൊരു ബീഡ്സ് ആണ്. നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ട് നമുക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ മാല, ബ്രേസ്ലെറ്റ് എന്നിവയെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബീഡ്സും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മൾ തുടക്കക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഹെയർ ബാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡന്റെ ഈ ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി എന്തോ അത്രമാത്രം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ? അതിനുശേഷം നമ്മൾ ഈ ഒരു ഗോൾഡന്റെ ചെറിയ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ട അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഒരു കുറച്ചേറെ ഇടുമ്പോഴാണ് അത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ഇട്ടാൽ നമുക്ക് അത്രയും ഒരു അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കേട്ടോ, ഇതുപോലെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡും ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് മാലയും ചെയ്തെടുക്കാൻ പറ്റും. മാല ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ മാലയൊക്കെ ചെയ്തെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൽ ഈ ഒരു കളറ് ക്രിസ്റ്റൽ ബീഡ്സ് ഇത് തന്നെ ആയിരിക്കുകയല്ല, നമ്മുടെ ഏതൊക്കെ കളറാണ് ഉള്ളത് അതായിരിക്കും വെക്കുന്നത്. ബ്ലാക്ക് തന്നെ ആയിരിക്കുകയല്ല, ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് തരുന്നതാണ്. അപ്പം ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ആണ് നമ്മുടെ കിറ്റിൽ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു വലിയ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ബീഡ്സ് ഒക്കെ വാങ്ങിക്കുക. അത് വൈറ്റിന്റെ ആണേലും ഗോൾഡ് ആണേലും ഏത് കളറാണേലും ഇതുപോലത്തെ ചെറിയൊരു ബീഡ്സ് ഒക്കെ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബീഡ്സ് എപ്പോഴും കയ്യിലുള്ളത് വളരെ നല്ലതാണ്. ഏത് ബീഡ്സിൻ്റെ കൂടെ നമ്മൾ കുഞ്ഞൊരു ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റ് ബീഡ്സുകളും വെച്ചിട്ട് ഹെയർ ബാൻഡ് ഈസി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ബീഡ്സ് ആണ് വരുന്നത്. ഇത് വളരെ നല്ലൊരു ബീഡ്സ് ആണ്. ഇത് ഞാൻ ഹെയർ ബാൻഡിൽ ഇട്ട് കാണിക്കാം. എത്രത്തോളം ഇത് ഭംഗിയാണെന്നുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ബട്ടർഫ്ലൈ ഇട്ട് കൊടുക്കുക. ഇതുണ്ട്, ഇത് നേരത്തെ നമ്മളൊരു കിറ്റിൽ ഇട്ടേക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇച്ചിരി വലുപ്പത്തിൽ കുറച്ച് വലുപ്പമുള്ളതാണ്. പിന്നെ ഇത് കണ്ട് ഒരു റെയിൻബോ കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അത് വീഡിയോയിൽ എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കതിന് മനസ്സിലാകുന്നത്. എന്നാൽ തന്നെ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ്. നല്ല റെയിൻബോ ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മളിങ്ങനെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബീഡ്സ് ആണ് ഇത് വരുന്നത്. ഈ സെയിം കളർ തന്നെ, എല്ലാം ഒരു കളറാണ്, മൾട്ടി കളർ അല്ല. അപ്പൊ നമുക്കിത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ വൈറ്റിന്റെ ചെറിയ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഗോൾഡൻ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഇതിന് നടുവിലായിട്ട് ഒരു ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ നല്ലൊരു ബീഡ്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു ബീഡ്സും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കളറ് ബീഡ്സ് ആണ് വരുന്നത്.
ഇതും വളരെ നല്ല ഭംഗിയുള്ളൊരു ബീഡ്സ് ആണ്. നമുക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത അതേ സെയിം തന്നെ റെഡ് കളറുള്ള ഈ ഒരു ബീഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതും വരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും കയ്യിൽ ലെറ്റർ ബീഡ്സ് ഒക്കെ ഒരുപാട് വാങ്ങിച്ച് കാണും. പക്ഷെ അവർക്കൊക്കെ ലെറ്റേഴ്സ് കുറവായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കിറ്റില് ലെറ്റർ മാത്രമായിട്ട് വെക്കുന്നത്. ഒരു പക്ഷേ ആദ്യം തുടക്കക്കാരായ നിങ്ങൾ ഫസ്റ്റ് തന്നെ കുറച്ച് ബീഡ്സ് നമ്മൾ മിക്സഡ് ആയിട്ട് വാങ്ങിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സ് ആ ഒരു കിറ്റ്, അതായത് മിക്സഡ് ആയിട്ടുള്ള ലെറ്റർ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ ലെറ്റേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി അതുകൊണ്ടാണ് ഈ ലെറ്റർ മാത്രമുള്ള ബീഡ്സ് ഈ ഒരു കിറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നെയിം ഒക്കെ എഴുതി ഹെയർ ബാൻഡ് ആണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഇത് വയർ ആണ്. വയർ 5 എണ്ണമാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. 5 വയർ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് വരുന്ന ഈ 5 വയർ വേണ്ടിയുള്ള എൻഡ് ബീഡ്സ് ആണ്. എൻഡ് ബീഡ്സ് 10 എണ്ണം വരുന്നുണ്ട്. അപ്പൊ 5 ബോ ചെയ്തെടുക്കാനുള്ള ബീഡ്സ് ആണ് നമ്മൾ ഈ ഒരു എൻഡ് ബീഡ്സ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിന്റെ വില എന്ന് പറയുന്നത് വെറും 230 രൂപയാണ്. ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത്. നിങ്ങൾ വെറും 230 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇതില്ലാതെ വേറെ എന്തെങ്കിലും ആദ്യം തന്നെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതായത് മറ്റ് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ല നിങ്ങളുടെ വേറെ ഒന്നുമില്ല, തുടക്കക്കാരാണെങ്കിൽ തന്നെയും ഈ ഒരു ഐറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിന്റെ കാറ്റലോഗിന്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കയറാം. ഇല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ കയറിയിട്ട് കാറ്റലോഗിൽ ആഡ് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിറ്റിന്റെ ഫോട്ടോ കാണാം. അങ്ങനെ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്നും ആഡ് ചെയ്ത് ഈ ഒരു കിറ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഗ്ലൂ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.